നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ വണ്ടേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. രാവിലെ വീട്ടിൽ ഇന്ന് വെറുതെ ബോർഡടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടുപോകാൻ നോക്കി. അപ്പോൾ അതിന് കാണാൻ ഇറങ്ങിയാണ്. ഒറ്റയ്ക്ക് ഇറങ്ങിയാണ് ബസ്സിന് പോകുന്ന വെച്ച് ഇറങ്ങിയ പക്ഷേ അമ്മ ഇറങ്ങി മമ്മി കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ മമ്മി കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ പകുതി തിന്നിട്ട് കുറച്ച് 10-15 കിലോമീറ്റർ എത്തിക്കാൻ വാട്ടർഫാൾസ് എത്താം. അങ്ങനെ അവിടെ പോയി ബാക്കി കാണാം. ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് വന്നേനെ ഗൈസ്, പക്ഷേ മമ്മിക്ക് പേടി. ഞാൻ ഒറ്റയ്ക്ക് വന്നത് മറ്റൊന്നും പേടി. അത് ബസ്സിലൊരായിരുന്നു. മമ്മിക്ക് പേടി. ആ ബസ്സിനോട് ബസ്സാശി ഉണ്ടെങ്കിൽ പെട്രോൾ അടിച്ചാൽ ഡിഒ അല്ലേ, അപ്പോൾ മൈലേജിൻ്റെ അനിയന് വേണ്ടിക്ക് അവൻ സർവീസൊക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വണ്ടി. അപ്പോൾ നല്ല മൈലേജ് ഉണ്ട്. അപ്പം മമ്മി പറഞ്ഞ് ആ വണ്ടിക്ക് ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. മമ്മിയും കൂടെ വരാമെന്ന് പറഞ്ഞ്. അത് മമ്മിക്ക് ഒരു മൈൻഡ് സെറ്റ് ആവാനുള്ള ഒരു ഹെൽപ്പ് ആവാനുള്ള പരിപാടി കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി കൂടി ആയപ്പോൾ ഞാൻ വെച്ചാൽ മമ്മീനെ കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ച് അപ്പം മമ്മിയുടെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് കുറച്ചൊരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അതിരപ്പള്ളി എത്താം. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ദൂരം പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോകുന്ന ദൂരം കൂടി പോയാൽ മതി. നമ്മൾ സൈക്കിൾ വന്നാൽ അതിരപ്പള്ളി വാട്ടർഫാൾസ് എത്തും. നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള ആയത് കാണിച്ചു തരാം ഗൈസ്. ഞാൻ പോകണമെങ്കിൽ അതുപോലെ പ്ലേസ് ഒക്കെ നമുക്ക് ഞാൻ വീഡിയോയിൽ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് അതിൽ പോവാം. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേയൊക്കെ ഇവരല്ല, ഇവർ വീടിൻ്റെ പണിയാണ്. ആദ്യത്തെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ പോയിക്കോ. ഇവിടെയൊക്കെ കൃഷി സ്ഥലം കാണുമ്പോൾ നമ്മൾ തിരുവനന്തപുരം വെള്ളം അല്ലാതെ മിസ് ചെയ്യുന്ന ഗൈസ്. കാരണം അതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ കാണുന്നത്. കൈതച്ചക്കയാണ്. അവിടെ തിരുവനന്തപുരത്ത് നെടുമങ്ങാടുണ്ട്. സുഖത്തിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കൈതച്ചക്ക കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ എന്നാലും വീഡിയോയിൽ കാണിച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. ഞാൻ പക്ഷേ കാണിച്ചു പണി നടക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളും പണി നടക്കുന്നത്. നമുക്ക് അതൊക്കെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. നമുക്ക് സൈഡിലൂടെ കയറി പോകാൻ പ്രതീക്ഷിക്കുന്നു. വീടെടുക്കുന്നത് എടുത്തിട്ടെടുത്ത് നമുക്ക് റോഡിനെ വീതി വിട്ടാൻ വേണ്ടിയാണ് തോന്നുന്നു. പൊളിച്ചിട്ട് ടാറ് പൊളിച്ചിട്ട് പുതിയ ടാറിടാനാണ് തോന്നുന്നു. വൃത്തിയാക്കി ഇതാക്കുന്നുണ്ട്. റോഡൊക്കെ ശരി ഡാർക്ക് സീനാണ് ഇപ്പോൾ. ഇത്രയും മോശം ഈ ജംഗ്ഷൻ നിൽക്കണം. ഇത്രയും ചെറിയ ജംഗ്ഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജംഗ്ഷൻ ഫുള്ളായിട്ട് ഇതാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ആ റോഡ് താഴത്തേക്ക് അങ്ങോട്ട് പണിയുന്നില്ല. ഇവിടം വരെ തോന്നുന്നു പണി നടക്കുന്നത്. നല്ലതാണ് എന്തായാലും. കാരണം ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള റോഡൊക്കെ എപ്പോഴും അടിപൊളിയാക്കി വെക്കുന്നത് ശരിക്കും യാത്രക്കാർക്കും ടൂറിസ്റ്റേഴ്സിനും ഉപകാരപ്രദമായ സംഭവമാണ്. നമുക്കെന്തായാലും ഇവിടുന്ന് പോകാം. അവിടെയൊക്കെ നല്ല കൃഷി സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഇവിടെ നല്ല അടിപൊളി പാടമുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഫുള്ളും വാഴയാണ്. അടിപൊളിയാണ്. കാണാനൊക്കെ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ സിറ്റികളൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ. കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അതൊക്കെ. രണ്ട് സൈഡും മരങ്ങളായിട്ട് അടിപൊളിയായിട്ട് ഒരു വൈബാണ് കഴിച്ച വഴി. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരം നമ്മുടെ വില്ലേജാണ് ഓർമ്മ വരുന്നത്. രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയുള്ളൊരു പൊടി സ്ഥലമാണ്. കൊച്ചിയിൽ ഉള്ളവരെല്ലാവരും ഇങ്ങോട്ട് അതിരപ്പള്ളി കാണാത്തവരുടെ ആരും ഉണ്ടാവില്ല പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വരുന്നവരാണ്. ഞാനും പ്രേമിക്കുമ്പോഴായിട്ടും എല്ലാ ഫ്രണ്ട്സൊക്കെ ആയിട്ടായാലും ഒരുപാട് പ്രാവശ്യം വന്നു പോയിട്ടുള്ളതാണ് അതിരപ്പള്ളി. പക്ഷേ ഒരു അടിപൊളി. In 200 meters, turn right onto Munnurpally Azahaktum from Prakriti Gramam Road, Munnurpally Plantation Road. അതിനിടയ്ക്ക് ഗൂഗിളും വെച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ മാപ്പിട്ട് ഞാൻ കുറേ വർഷം മുമ്പ് വന്നാണ്. ഇതിലേക്ക് ഒരു ഇതില്ല. അതൊക്കെ പോകാം. Take the second right onto Munnurpally Azahaktum from Prakriti. വഴിയൊക്കെ എനിക്ക് കുറേയൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. പണ്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല എനിക്ക് ആക്സിഡൻ്റ് ആണെന്നൊന്നും സംഭവങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഓർമ്മകളില്ലല്ലോ. അങ്ങനെ കുറേയൊക്കെ വഴിയൊക്കെ വന്നപ്പോൾ ഗൂഗിളിലിട്ടാണ്. ഗൂഗിളും വെച്ചാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് കുറേയൊക്കെ വഴി തെറ്റിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ചോദിച്ചൊക്കെ പോകുന്നുണ്ട് കുറേയൊക്കെ. നമുക്കങ്ങനെ പോവാം. ഈ മലയിലുള്ള വെള്ളമാണ് ഗൈസ് സംഭവം വരുന്നത്. ഇപ്പോൾ ഈ താഴത്ത് കുത്തിയുള്ള ഇറക്കം ബ്രേക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ചു പോകും. നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഗൈസ്. അങ്ങനെ കാണുമ്പോൾ അടിപൊളി വ്യൂ അല്ലേ ഗൈസ്. ഇവിടെയൊക്കെ നിങ്ങളും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണാം. അതിരപ്പള്ളി വാട്ടർഫാൾസ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയല്ലേ ഗൈസ്. നമ്മുടെ ബാഹുബലി പ്രഭാസ് ഒന്നാം പോകത്ത് പ്രഭാസ് വെള്ളച്ചാട്ടത്തിൽ കൂടെ മുകളിലേക്ക് വലിഞ്ഞ് കയറുന്നത് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഒരിതാണ്. അവിടെ ഷൂട്ട് ചെയ്തിട്ട് അവർ കുറേ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ ആ കുത്തനെ ഇറങ്ങി മെയിൻ റോഡിൽ കയറി കഴിഞ്ഞു. ഇവിടെ നിന്ന് പോകണം കുറച്ച്. അപ്പോൾ സംഭവം ആ ഒന്നാം ഭാഗത്തിലും അതിരപ്പള്ളി ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ
കാണാൻ വന്നായിരുന്നു, ഇപ്പോഴും ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചാവുന്നില്ല, അത് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചില്ല ഗൈസ്. വാട്ടർഫാൾസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എന്നെയൊക്കെ അതിശയിപ്പിച്ചതുമായ വേറൊരു കാര്യമാണ്. നമ്മൾ വെള്ളപ്പൊക്കം വന്ന സംഭവത്തിലുണ്ടായ ഒരു സംഭവമാണ്. അത് ഞാൻ കാണിച്ചില്ല ഗൈസ്, കാണിച്ച് പറയാം ആവശ്യപ്പെടും നല്ലതുണ്ട്. നമ്മളിപ്പോൾ അടിപൊളിയല്ല ഗൈസ്, നമ്മൾ ഹല്ലോണൊക്കെ ഇത് പറഞ്ഞൊരു 8-9 കിലോമീറ്റർ കൂടി ഉള്ളൂ തോന്നുന്നുണ്ടോ എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ. ഗൂഗിൾ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ക്യാമറ വാങ്ങിക്കുന്നുണ്ട്, അതിലേക്ക് നോക്കിയിട്ടില്ല. പിന്നെ സ്വിഗ്ഗിയോടുമ്പോൾ ഗൂഗിൾ മാപ്പിട്ട് ഓടി ഓടി പഠിച്ചുള്ളതുകൊണ്ട് ഗൂഗിളും വെച്ച് വഴി പറഞ്ഞാലും മനസ്സിലാവും എപ്പോഴാണ് റൈറ്റ് എടുക്കണം, എവിടെ നഷ്ടപ്പെടണം. ഗൂഗിളും വെച്ച് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല, മാപ്പ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വഴി മനസ്സിലാവും കണ്ടായിട്ട്. അതിന് ഗുണം ചെയ്യുമ്പോൾ സ്വിഗ്ഗിയോടേക്ക് അങ്ങോട്ട് നല്ലൊരു ഗുണമുണ്ടായത്. കൊച്ചിയിലെല്ലാം ഉള്ള വഴി നമ്മൾ പഠിച്ചോളൂ. വഴി നമ്മുടെ ആ സ്ഥലം നമ്മുടെ നാടാണ്, വഴിയൊക്കെ അറിയാമെങ്കിലും കുറേ പേര് നമ്മൾ കേട്ടാൽ ചില ഉടായ്പ വഴികളൊക്കെയുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ശരിക്കും ഇതിൽ കൂടെ വന്നൊരു പഠിച്ചു ശരിക്കും പറഞ്ഞാൽ. ചെക്ക് പോസ്റ്റ് ഉണ്ട്, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കണം, പേരും നമ്പർ വേണ്ട ആവശ്യമില്ല, പേരും ഒപ്പിട്ടൊക്കെ മതിയാവും. വണ്ടി നമ്പർ മാത്രം കൊടുത്താൽ മതി. നമ്മളിറങ്ങി, അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇത് അടിപൊളി വ്യൂ ഉള്ള ഗൈസ്. രണ്ടടുത്തും മറ്റേ പനയാണോ, പന പോലെ ഇരിപ്പുണ്ട്, പനയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പനയല്ല, ഇതിലുണ്ടാവുന്ന വേറൊരു കായാണ് ഗൈസ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പണ്ട് ഞാൻ തേങ്ങ ശ്രുതിയായിട്ട് വന്ന സമയത്ത് ശ്രുതി എന്തോ പറഞ്ഞായിരുന്നു, എന്തോ എണ്ണ എടുക്കുന്നൊരു കായാണെന്ന് പറഞ്ഞായിരുന്നു. ആ വീഡിയോയൊക്കെ പോയി ഗൈസ്, അതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടെടുത്ത് തരാം. ഞങ്ങൾക്ക് മെമ്മറീസിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ എടുത്ത ഫോണൊക്കെ പോയപ്പോൾ എല്ലാം പോയി. ഞാൻ അങ്ങനെയാണ് യൂട്യൂബ് പ്ലാൻ ചെയ്തത്. കാരണം ഇനിയും കറങ്ങാൻ വേണ്ടി പോയി കഴിയുമ്പോൾ മെമ്മറീസ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് യൂട്യൂബ് തന്നെയാണ്. എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു എവിടെയും പോകില്ല. അത്രയും വലിയ ബിഗ് സെർവറുള്ള ഗൂഗിളിലേക്ക് അത്രയും നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള യൂട്യൂബുള്ളപ്പോൾ നമ്മളിത് പേടിക്കാതിരിക്കണത്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇതാക്കി തുടങ്ങിയത്. സംഭവം എന്തായാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വൈബും സ്ഥലമാണ്. എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരു കുളിർമ ഫീൽ ചെയ്യുന്നു, മനസ്സൊക്കെ ഒന്ന് ഫ്രഷ്, ഒരു ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് അവിടെ വെള്ളത്തിലുള്ള ഇച്ചിരി അടിപൊളി മാറും, ഇച്ചിരി കൂടി കൂടും. അതാണ് മാറുന്നതല്ല, ഇച്ചിരി കൂടി കൂടും. നമുക്കതിന് അങ്ങോട്ട് പോകുന്ന വഴി അടിപൊളിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കഴിച്ചത്. അതുകൊണ്ട് ഞാൻ 10 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട് അതിലൂടെ വാട്ടർഫാൾസിലേക്ക്. ഫ്രണ്ട്സിനോട് തന്നെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ പ്രേമിക്കുന്ന സമയത്തായാലും ഒരു 4-5 പ്രാവശ്യം 2-3 പ്രാവശ്യം വന്നിട്ട് പോകുന്നു. അതിൻ്റെ എണ്ണ ശ്രുതിക്ക് ശരിക്കറിയാം, എനിക്ക് പണ്ടൊക്കെ പോയി കുറേയൊക്കെ എന്തായാലും കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും പോകുമ്പോഴും ഹാപ്പിയാണ്. പ്രകൃതി എപ്പോഴും അങ്ങനെ കഴിച്ചു, പ്രകൃതിനെ എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ആസ്വദിക്കുമ്പോൾ നമുക്ക് അത് വീണ്ടും വീണ്ടും അതിന് ഇഴകിച്ചാൽ നമുക്ക് തോന്നും. അത് വീണ്ടും വീണ്ടും കാണാനും വീണ്ടും വീണ്ടും ആസ്വദിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടാവും. അതാണ് പ്രകൃതിയുടെ പ്രത്യേകത. പക്ഷെ മനുഷ്യൻ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിലൊരു താല്പര്യമൊന്നുമില്ല. മനുഷ്യൻ്റെ വളർച്ചയാണെങ്കിൽ കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കും മനുഷ്യൻ. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രകൃതിയെല്ലാം ഇല്ലാതാവുന്ന അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നോക്കാം, നമുക്ക് എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു പാലമുണ്ട് ഗൈസ്. അതിൽപ്പെടി വെള്ളം എന്നിട്ട് പുഴയായിട്ട് ഒഴുകി പോകുന്നൊരു പാലമുണ്ട്. അടിപൊളിയാണ്. അവിടെ വ്യൂ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കാണിച്ചില്ല ഗൈസ്, അത് പോകുമ്പോൾ കാണാം. ഇതേ ഒരു കുരങ്ങൻ പോകുന്നുണ്ട്. നമ്മൾ വണ്ടി അടുത്തേക്ക് ഞാൻ ഒരു റീലെടുത്ത് പോകട്ടെ. ഇതേ 2 കുരങ്ങന്മാരുണ്ട്. എൻ്റെ ഫോണിൽ നിന്ന് കുറച്ചുകൊണ്ട് പോയിരുന്നത്. ഞാൻ ഇൻസ്റ്റയ്ക്ക് ഒരു റീലെടുത്തോട്ടെ ഗൈസ്. ഒരു കുഞ്ഞും അമ്മയാണ് അച്ഛനാണ് 2 പേരുണ്ട്. അവസാനം ഒരു ഇൻസ്റ്റാഗ്രാം റീലെടുത്തിട്ട് പോവാം. അതിനെപ്പോഴേക്കും പോണ വഴിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം പൊളി വ്യൂ ആണ്, പൊളി പ്ലേസാണ് ഗൈസ്. ശരിക്കും ഞാൻ ഇവിടെ വന്ന് ഉറപ്പാണ് നിങ്ങൾ വീട്ടിൽ തിരിച്ച് പോകില്ല. എനിക്കൊന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇവിടെ നിന്നാവെന്ന് പറയും. പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ടല്ലാന്ന് പറഞ്ഞത്. അടിപൊളി പ്ലേസാണ് ഗൈസ്. ശരിക്കും തന്നെ ഇവിടെയൊക്കെ താമസിക്കാൻ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ വീടാന്ന് തോന്നുന്നു. അല്ലാതെ ആൾക്കാർ താമസം എനിക്ക് സംശയമാണ്. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, ചിലപ്പോൾ അവരാകാൻ ചാൻസ് ഉണ്ട്. നോക്കാം, എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്വേഷിക്കാൻ വണ്ടി നിർത്തുന്നില്ല, നേരെ പോവാണ്. പിന്നെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. കുറച്ചൊന്നൊക്കെ ഞങ്ങൾ കണ്ടത് തന്നെ ഒരു 10-17 ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്തപ്പോൾ എല്ലാവരും ഓടിക്കളിച്ച് നമ്മുടെ അടുത്ത് കൊടുക്കാണ്ടൊന്നുമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കൊടുത്തേ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാൻ ഞാൻ മനസ്സിലായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സഹായിക്കണമെന്നൊക്കെ. എന്തായാലും നമ്മൾ പോവാണ്. പോളിംഗ് സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ശരിയാവുന്ന കാണാൻ പാടില്ല. എൻ്റെ വീഡിയോ എടുക്കൽ ശരിയാവുന്ന കാണാൻ പാടില്ല. എൻ്റെ ഫോൺ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കൽ എനിക്കൊരു ഗിംബൽ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. എന്നോട് 2-3 ആൾക്കാർ മെസ്സേജും വിളിച്ചൊക്കെ പറഞ്ഞു
ഒരു ഗിംബൽ വാങ്ങിക്കഴിഞ്ഞാൽ ബ്രോ ഫോൺ വെച്ച് അവളുടെയും പോയി വന്ന് ജർക്കിങ് ഉണ്ടാവും വെച്ചാൽ വീഡിയോ കുലുങ്ങാട് ഫീൽ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ഗിംബൽ പോയിട്ട് ഒന്ന് ജിമെയിൽ അക്കൗണ്ട് ഉടനെ പോലും ഒന്ന് റീചാർജ് ചെയ്യാനുള്ള ഫോണിലെ പൈസ പോയിട്ട് ആ സമയത്ത് നമ്മൾ ഗിംബലൊക്കെ വാങ്ങിയിട്ട് എങ്ങനെ വീഡിയോ എടുക്കാനാണ്. എൻ്റെ യൂട്യൂബ് നന്നായിട്ട് വൈറലായിട്ട് നന്നായിട്ട് ഫണ്ടൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നല്ലൊരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിംബലൊക്കെ വാങ്ങുന്നതായിരിക്കും. ഇപ്പം എന്തായാലും വാങ്ങാൻ മാത്രം ഉണ്ടെങ്കിൽ കാശൊന്നുമില്ല, ഒരു സെൽഫി സ്റ്റിക്ക് പോലും വാങ്ങാൻ കാശില്ല. അപ്പോഴാണ് ഗിംബൽ വാങ്ങാനായിട്ട്. ഞാൻ ഗിംബൽ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കി, ഗൂഗിളിൽ അടിച്ച് നോക്കി, ഒടുക്കത്തെ കാശാണ് 10,000-20,000 രൂപ 14,000 രൂപ അങ്ങനെയൊക്കെയാണ് കാണിക്കും പല റേറ്റും. അവളത് ക്യാൻസൽ ചെയ്തു ആ പ്ലാനിങ്. നമ്മൾ സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ നോക്കിയാൽ എന്നാലും കൊടുക്കുമ്പോൾ 100 രൂപ അതിനും പോലും കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഗിംബൽ വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് പ്ലാൻ ചെയ്ത് ക്യാൻസൽ ചെയ്തു. നമ്മൾ എന്തായാലും ഇപ്പോൾ അതിലൂടെ വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോറസ്റ്റ് ഏരിയയിലുള്ള വ്യൂ പൊളിയാണ്. നമുക്കൊരു പ്രത്യേക ഹാപ്പിനെസ്സാണ് ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ. ഒരുപാട് ടെൻഷനൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഇതിൽ കൂടെയൊക്കെ വരുമ്പോൾ അടിപൊളി. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് കൊണ്ട് ലോസൊക്കെ വന്ന് ടെൻഷൻ തല പോയി പ്രാന്തായിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വന്ന് പറഞ്ഞ് അതിലൂടെ വാട്ടർഫാൾസ് ഒന്ന് ഞാൻ പൊടിച്ചിട്ട് കണ്ടിട്ട് വരാം. മമ്മിയോടെ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ഗൈസ്. ഡ്രൈവിംഗ് ടീച്ചർ പക്ഷെ വണ്ടി എടുക്കാൻ പാടില്ല. അയാൾ വെറുതെ പോലെ ഗൈസ് വണ്ടി എടുക്കാൻ അറിയാം. മമ്മി ഡ്രൈവിംഗ് ടീച്ചറാണ് ഗൈസ്. മമ്മി ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്വന്തമായിട്ട് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇതാക്കി എല്ലാം പോയി പാപ്പനായ അവസ്ഥയിൽ നിൽക്കുന്നില്ല നമ്മളിപ്പോൾ. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ മമ്മി ഡ്രൈവിംഗ് പഠിപ്പിക്കൊന്നും പോകുന്നില്ല. മമ്മിക്ക് ഇപ്പോൾ മന്ദിരം വയ്യ. ഞാൻ കാരണം ഹാർട്ട് അറ്റാക്കും തലയ്ക്ക് സ്ട്രോക്ക് പോകുന്ന പാവപ്പെട്ട ഒരു ആളാണ് മമ്മി. എല്ലാം ഞാൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ. പണ്ട് കായലിൽ എവിടെയൊക്കെ പുഴ ആ സൈഡ് അതിൽപ്പെടി വാട്ടർഫാൾസിൽ നിന്ന് വെള്ളം ഈ പുഴയാണ്. പിന്നെ ഈ പ്ലേസൊക്കെ പൊളിയാണ്. മമ്മി പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ശ്രമിച്ച് പോകാൻ താല്പര്യമില്ല. മമ്മി പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് നിന്നോളാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ, അതിലെ പ്രശ്നം. നിങ്ങൾ കാണുന്നത് അറിയാം, അല്ല അപ്പുറത്ത് പുഴ ഒഴുകുന്നത് കാണുന്നത് അറിയില്ല. ഇതിൽ കൂടെ ഈ ക്യാമറയിൽ ഈ ഫോൺ ക്യാമറയിൽ വലിയ ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാനിപ്പോൾ മാക്സിമം നമ്മൾ നല്ല രീതിയിലെടുക്കാൻ നോക്കാം. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി അതിരപ്പള്ളിയൊക്കെ വരും, അത് ഉറപ്പാണ്. അതിരപ്പള്ളി നമ്മൾ വീണ്ടും വന്നിട്ട് സെക്കൻഡ് ഭാഗം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിരപ്പള്ളി വന്നിട്ട് വേറെ എന്തെങ്കിലും ഭാഗം ഉണ്ടാക്കാം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഉറപ്പായിട്ട് ഞങ്ങൾ ഈ പുഴയിലൊക്കെ ഇറങ്ങാറുണ്ട് കേസ്, ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി വെച്ചാൽ അടിപൊളിയാണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു 6-7 പേരൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നീന്തിയിട്ടില്ല, നീന്താൻ മാത്രമല്ല, കാരണം ഒരുപാട് പാറക്കൂട്ടങ്ങളുകൊണ്ട് നീന്താൻ പറ്റില്ല. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിപ്പോൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിലൊരു 3-4 വർഷം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ഞാൻ അമ്മയും മാത്രമേ ഉള്ളൂ. മമ്മിക്ക് ഇപ്പം ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടിക്കളഞ്ഞ ആരുമില്ല. അങ്ങനെ എനിക്ക് നല്ല ഫ്രണ്ട്സ് കിട്ടാതായപ്പോഴാണ് ഞാൻ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ വീണ്ടും ഇതാക്കാമെന്ന് വെച്ചാൽ. അതാകുമ്പോൾ എനിക്ക് നല്ല ഫ്രണ്ട്സിനും സുഹൃത്തുക്കളെയും നല്ല സുഹൃത്തുക്കളെയും നല്ല പരിചയക്കാരെയും കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു അടിപൊളിയല്ലേ ഗൈസ്. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന നാലാൾക്കാരുള്ളപ്പോൾ നമുക്കതൊരു പ്രത്യേകം ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയിരുന്നാലും നമ്മളിപ്പോൾ വീട്ടിലേക്കല്ല എപ്പോഴും വീട്ടിലേക്ക് പറഞ്ഞ് വീട്ടിലേക്ക് ഒന്ന് വായി വരുള്ളൂ. വാട്ടർഫാൾസിലേക്ക് പോവാണ്. അവിടെ നിർത്തി കുറച്ച് നേരം വെള്ളമൊക്കെ നോക്കിയിട്ട് പോകാൻ നമുക്ക് മമ്മി വണ്ടി സ്ലോ ആക്കിയാണ്, കുഴപ്പമൊന്നും പോവാം. ആദ്യം വാട്ടർഫാൾസ് കണ്ട് തിരിച്ച് നമുക്ക് നിർത്താം. നമുക്ക് വൈകിട്ട് നേരത്തെ സമയത്ത് തിരിച്ചെത്തണം. കാരണം അനിയത്തി സ്കൂളിൽ പോയിട്ട് വിളിച്ചോണ്ട് ആളില്ല. അനിയന്മാരൊക്കെ ഉറങ്ങുകയാണ് പാവങ്ങൾ. അവർക്ക് രാത്രി ഫുള്ളും പണിയെടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ നേരത്തെ എത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അനിയന്മാരെ വിളിച്ച് പറയാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്കെന്തായാലും ഇപ്പോൾ പെട്ടെന്ന് അതിരപ്പള്ളി പണി ചെയ്യാം. അതിനുശേഷം വീടെടുക്കാം കഴിച്ച്, ഇല്ലെങ്കിൽ വീട്ടിൽ ലെങ്ത് കൂടി. ഇതേ കഴിച്ച് വന്നപ്പോൾ കുറേ പശുക്കളെയൊക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി സ്ലോ ആക്കിയതാണ്. ഇവർക്കൊക്കെ ആൾക്കാരുണ്ടോ സ്വന്തക്കാരുണ്ടോ ഉടമസ്ഥരുണ്ടോ നമുക്കറിയില്ല. ഇതൊക്കെ സർക്കാരിനാണെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. മമ്മിക്ക് തൊഴാൻ കാരണമാണ് വണ്ടി എടുത്ത് തൊഴുതോ മമ്മി? തിരിച്ചുമ്പോൾ കാണാം. മമ്മി തിരിച്ചുമ്പോൾ കാണാമെന്നത് ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലമാണോ അതോ ചെറിയ വല്ല എന്തോ എനിക്കറിയാൻ പാടില്ല. ചെറിയ അമ്പലം എന്തൊക്കെയാണ്. നമുക്ക് എന്തായാലും പോവാം. ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ ആയിട്ട് വീടൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊതുജനങ്ങളുടെ വീടാണോ അതോ ഗവൺമെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സോടാണോ നമുക്കറിയില്ല. പൊതുജനങ്ങളുടെ വീടാണെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ അവർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ അവർക്ക് ഹാപ്പിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിലും നമുക്കൊക്കെ വന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല. ഗൈസ് നമ്മളത്
എൻ്റെ പാലത്തിനടുത്ത് ഞാൻ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുള്ള സ്ഥലമാണ്. പണ്ടൊക്കെ ഇപ്പോൾ വന്നിട്ടില്ല. ഇവിടെ വണ്ടിയുടെ തള്ളത്ത് നിർത്തണം, എന്നിട്ട് പലർക്കും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമ്മൾ ഒറ്റ ഒതുക്കുമ്പോൾ തള്ളത്തെടുക്കും. ഇതൊക്കെ ഞാൻ പണ്ട് ഒരുപാട് സ്ഥലം, ഞാൻ ശ്രുതിയൊക്കെ പ്രേമിക്കുന്ന സമയത്ത് കുറവുള്ള സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെയൊക്കെ അതേപ്പള്ളിയും വെള്ളച്ചാട്ടത്തിന് തന്നെ വെള്ളം ഇവിടെയൊക്കെ ഒഴുകി പോണത്. അപ്പോൾ ഒഴുക്കുണ്ടെന്ന് വെച്ചാൽ ആ ഒഴുക്കുണ്ട്, നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. എങ്കിലും പൊളിയല്ലേ ഗൈസ്, ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ പൊളിയല്ലേ, നിങ്ങൾക്ക് കാണണ്ട വീഡിയോയിൽ. ഇവിടെ നിന്ന് പൊളിയാണല്ലേ ഗൈസ്. എനിക്കിഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ എന്തായാലും ഫോട്ടോ സൂസ് എടുക്കട്ടെ. അവിടെ ഒരു മച്ചാൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. പാവം ഭക്ഷണം കഴിച്ചോന്ന് അറിയാൻ പാടില്ല, അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നമുക്കെന്തായാലും പോവാം, സമയമില്ല, കയ്യിലൊന്നുമില്ല. നമുക്ക് പോവാം. ഇവിടെ അടുത്ത് റോഡ് നടുവ് നിൽപ്പുണ്ട്. നടുവിലല്ല, റൈറ്റ് സൈഡ് മാത്രം റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. നമുക്കെന്തായാലും പോവാം. ഇവിടെ ഒരു തീം പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. തീം പാർക്കോ ഫ്രോസൺ തീം പാർക്ക് അങ്ങനെ തോന്നുന്നു എനിക്കത്. ഞാൻ പണ്ടെന്തോ കയറിയിട്ടില്ല, പണ്ടെന്തോ ജീവയ്ക്ക് പോയ സമയത്ത് ഫ്രോസൺ തീം പാർക്കായിരുന്നു. ഇപ്പോൾ അത് തന്നെയാണോ വേറെ തീം പാർക്കാണോ നമുക്കറിയില്ല. നമുക്കത് വീട്ടിലേക്കല്ല വാട്ടർഫാൾസിലേക്ക് പോവാം. നാളെ പോയിട്ട് വേണം ടിക്കറ്റ് എടുത്ത് പോയിട്ട് കയറി ഇറങ്ങി വരാനായിട്ട്. വാട്ടർഫാൾസൊക്കെ കണ്ട് പണ്ട് ഇതിൽ കൂടെയൊക്കെ താഴത്തിറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫുള്ളും കെട്ടി അടച്ചെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരു താഴത്തിലാട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദിവസം കൂടി പോകാനുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ കഴിച്ചു വാട്ടർഫാൾസ്. അതിപ്പോൾ അവനെ വിളിച്ച് കാശ് ചോദിക്കാൻ എന്തിനാണ് പറഞ്ഞ തീം പാർക്ക് ചെന്നാൽ കാശ് കൊടുക്കണം. ടിക്കറ്റ് ഗൂഗിൾ പേ എടുക്കുമോ അറിയില്ല. കയ്യിൽ കാശ് ഉണ്ടോ വെച്ചപ്പോൾ 30 ഉണ്ടെന്ന് പറഞ്ഞ മമ്മി പറയണത്. പോയി നോക്കാം, കാണാൻ വേണ്ടി കാശ് എത്താമെന്ന് അറിയില്ല. പോയാ ആ വൃത്തിക്ക് ലോക്കായിട്ട് മറ്റേ ലോക്ക് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. കുറേ വെള്ളമൊക്കെ ഒഴുകി പോയി കഴിച്ച് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ടൊന്നും വീട്ടിൽ നിന്ന്. പക്ഷേ വെള്ളം കുറേ പോയി. വേണ്ട 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ എത്തും കഴിച്ച്. 10 കിലോമീറ്റർ കൂടി പോയാൽ മതി, ലൊക്കേഷൻ എത്തും. ശരിക്കും നമ്മൾക്ക് പറയും ഇവിടെ താമസിക്കുന്നത് ഭാഗ്യമാണെന്ന് പറയും. പ്രകൃതിയായിട്ട് ഇണചേർന്ന് നിൽക്കുന്നത് കൂടി മനസ്സിക്കുന്നത്. പക്ഷേ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. നമ്മളെ മറ്റേ സിറ്റിയിലേക്ക് ഇതിലാണ് ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ താങ്കൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും തോന്നുന്നു. അതൊക്കെ എനിക്കറിയില്ല. അതായത് ഇവിടുത്തെ ലോക്കലിൻ്റെ ആളുകൾ ചോദിച്ചാൽ ഇഷ്ടം മാറി കൊടുക്കണം. അതുപോലെ കേസ് വീഡിയോ കാണുമ്പോൾ പക്ഷേ ശരിക്കും ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേസ്. വീഡിയോ അത്രയും ക്ലാമർ, അത്രയും ഒരു ആ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ സംഭവം പൊളിയാണ്. വീഡിയോയിൽ കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ പൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവിച്ചിരിക്കും. നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ മഴയിൽ പോകുമ്പോൾ ഏതോ ഒരു തട്ടടയിൽ ഞാൻ സുഖം പണ്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഈ ചർച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട സംഭവം പൊളിയാണ്. ട്രിപ്പുണ്ട് അടിപൊളി. ഭർത്താവെ കാത്തോളണേ. പൊളി ചർച്ചാണ് കഴിച്ച്. ഇന്ത്യ തന്നെ യേശുവിനെ മടിയൊക്കെ എടുത്തിക്കൊണ്ടുള്ള മാതാവിൻ്റെ സംഭവം പൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. മരങ്ങളാണ് കഴിച്ചിടാറില്ല വിദേശിക്കുന്നത്. ഇത്രയും മണ്ണുള്ള മരങ്ങളൊക്കെയാണ് നമ്മളതിൽ വിറ്റുപോയത്. പക്ഷെ എന്തിനാണ് നമ്മളൊക്കെ നമ്മളെ ഗതിയുടെ ആണം പുറത്തിട്ടതാണ്. ഈ മഴ ഫുള്ളും പാമ്പോയിൻ്റെ
പോയതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, പോയതാണ് എന്നാണ് സത്യത്തിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാവും, സൂക്ഷിച്ച് പോകുക എന്നാണ്. അങ്ങോട്ട് ആ വെപ്പ് കൂടെ വെച്ചിട്ടുണ്ട്, ഇറങ്ങുമ്പോൾ നമുക്ക് അറിയില്ല. നമ്മളൊന്നും കാട്ടാനെ ഞാൻ കണ്ടിട്ടില്ല. കാട്ടാനെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, പോയി ഹായൊക്കെ പറഞ്ഞു വെക്കാം, കാട്ടാനെ എടുത്തിട്ടടിക്കും. ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ കാണാൻ കഴിച്ചു. ഞാൻ ബസ്സിൽ വരാൻ പ്ലാൻ ചെയ്തു, പക്ഷെ മമ്മി സമ്മതിച്ചില്ല. ആ ബസ്സിൽ വന്ന് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ വളരെ കോട്ടയ്ക്ക് നല്ലവരായ മനുഷ്യങ്ങളൊക്കെ പറയും കഴിച്ചു. വളരെ കോട്ടയ്ക്ക് കാറിലൊക്കെ എന്താണ് പറയേണ്ടത്? ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തവനെ തല്ലണ്ടേ? വളരെ കോട്ടയൊക്കെ ചെയ്യുന്നവരെയൊക്കെ എനിക്ക് ചെയ്യണമെന്നുള്ള ദേഷ്യമാണ്, കൊല്ലാതെ ദേഷ്യപ്പെടും. കാരണം ഓപ്പോസിറ്റ് വരെ വണ്ടിക്ക് ചിലപ്പോൾ കയറി ഇടിച്ച് നല്ല പണിയുള്ള ചാൻസ് ഉണ്ട്. ഇവർക്കും പോകും. വണ്ടിക്കാണ് ദൂരം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോകുന്ന വ്യൂവായിരിക്കും കൂടുതലായിട്ട് ചെയ്യാം. പക്ഷെ കിലോമീറ്ററോളം നടക്കും, ആദ്യം പ്രശ്നം 10 കിലോമീറ്റർ നടക്കണം. അത് മൈസൂർ പോലെയാണ് കാണുന്നത്. പിന്നെ ഈ ഫാം പ്ലേസ് ബസ്സാശിലെങ്കിലും നടന്നൊക്കെ പോകുമ്പോൾ ഒരു അടിപൊളിയായിരുന്നു. ബസ്സാശി നടന്നു പക്ഷെങ്കിലും അടിപൊളിയാണ്. നടന്ന് നടന്നാലും പ്രകൃതിയായിട്ട് അതിനിപ്പോൾ വാട്ടർഫാൾസ് എത്തി. ഇവിടെ നിന്ന് ഇനി ഉള്ളിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്ത് വേണം കയറി പോകാം. പ്രശ്നം എന്ന് വെച്ചാൽ മമ്മിയുടെ അടുത്തും കാശില്ല, എൻ്റെ അടുത്തും കാശില്ല. ഇനി അനിയന്മാരായാലും വിളിച്ച് കാശ് ചോദിക്കണം, ടിക്കറ്റ് എടുക്കാനുണ്ട്. കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് പോകണം. അനിയനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടിക്കറ്റ് നാളെ കാശ് വേണം. നമുക്കെന്തായാലും ഇവിടെ നിന്ന് സാധനം വാങ്ങാൻ പറ്റില്ല, ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോകണമെങ്കിൽ കയ്യിൽ കാശ് വേണം കൈസ്. അതാണ് പ്രശ്നം. ആ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടംപോലെ പേരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ കുറേ കൂട്ടത്തോടെ ഉണ്ട്. ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്, കലിപ്പിൽ ഇറങ്ങി വരുന്നുണ്ട്. ബസ്സിൽ കൈസ് ഇവിടെ മാതക്കോരെ കയറ്റി നിർത്തിയിട്ട് ബസ് തിരിച്ചു പോകും. നിങ്ങൾ ബസ്സിൽ വരുന്നവരാണെങ്കിൽ ബസ്സിൽ വരാം. നിങ്ങളൊന്ന് ചാലക്കുടി നിന്നൊക്കെ ഇതാക്കാൻ പറ്റും. ചാലക്കുടി നിന്നൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ബസ്സുണ്ടെന്ന് തോന്നുന്നു. ഇത് ചാലക്കുടി റൂട്ടാണ്. അപ്പോൾ ചാലക്കുടി നിന്ന് ബസ്സൊക്കെ ഉണ്ടാവും. നിങ്ങൾ വരുന്നവർ താല്പര്യമുള്ളതാണെങ്കിൽ അങ്ങനെ വരാം. പാട്ട് തന്നെ കോപ്പിറൈറ്റ് അടിച്ചിട്ടും നമുക്കെന്താ താഴത്തിറങ്ങി നിൽക്കാം. ഗൈസ് ഈ ഇരിക്കുന്ന കുരങ്ങൻ നിങ്ങൾ കണ്ടോ ഗൈസ്, കുഞ്ഞിനെ മടി വെച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇതായിപ്പോയി, സങ്കടമായിപ്പോയി. സങ്കടപ്പെട്ട കയ്യിൽ നമുക്ക് വാങ്ങിക്കൊടുക്കൊന്നുമില്ല കയ്യിൽ. എനിക്ക് അത് കുഞ്ഞിനെ പിടിച്ച് അങ്ങോട്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറി പോയത് അങ്ങോട്ട് മുകളിലേക്ക്. മുകളിൽ മമ്മിക്ക് കുറച്ച് നടക്കേണ്ടി, മമ്മിക്ക് മടി ഗൈസ്. ഇന്ന് മിക്കവാറും മമ്മി ചാവും. മലയാണ്, മുകളിൽ കയറി നടക്കണം. മല കയറി നടക്കുമ്പോൾ കുറച്ച് കയറ്റം കയറി നടക്കണമെന്നുള്ളൂ. പൊളിയല്ലേ പക്ഷേ സ്ഥലം പൊളിയാണ്. പ്ലാസ്റ്റിക്കിന് നിരോധിത മേഖലയാണ്. നിങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരുത്, ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ പാടില്ലെന്ന് കാണിക്കുന്നു തോന്നുന്നു. അവിടെ ബോർഡിൽ ചെറുതായിട്ട് ഇതിന് ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ. ഇവരൊക്കെ താഴത്ത് പോയിട്ട് വാട്ടർഫാൾസ് കൊണ്ട് തിരിച്ചു വരുന്നതാണ്. നമ്മളെന്തായാലും അവിടെ പോയിട്ട് വാട്ടർഫാൾസ് കാണിച്ചില്ല ഗൈസ്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. മമ്മിക്ക് തളർച്ചയാണ്, മമ്മിക്ക് നടക്കാൻ വയ്യ. മമ്മിക്ക് വാദത്തിൻ്റെ അസുഖം കൂടുതലാണ്, മമ്മിക്ക് നടക്കാൻ പറ്റില്ല. അധികം കാല് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്കിലും കുഴപ്പമില്ല, മമ്മി വരാമെന്ന് പറഞ്ഞ് നമ്മളെന്തായാലും പതുക്കെ നടന്ന് അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ട് വരാം. അതിരപ്പള്ളി വാട്ടർഫാൾസ് കുറേ ആയി പോയിട്ട് എന്തായാലും പോകണം. ഈ മരമൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. നമ്മുടെ മരം പോയതിൻ്റെ വിഷമമുണ്ട്. ഇതിനേക്കാൾ മണ്ണോട് പോലാണ് നമ്മുടെ മുന്നിൽ പോയത്. ഞാൻ ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുക്കാനുള്ള ഇൻ്റർവ്യൂ പോട്ടെ ഗൈസ്. ഇവിടെ നിർത്തിട്ട് പോവാം. കുറേ പ്രാവശ്യം ഇവിടെ നിന്ന് ഇനി കുറേ നടക്കാണ്ട് ഗൈസ്. ദേ എത്തി, കിലോമീറ്റർ ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് അതെ അതന്നെ താഴത്തിറങ്ങി വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് കാണണ്ടേ? മുകളിൽ നിന്ന് വീണ്ടും താഴത്ത് പോയിട്ട് കാണണ്ടേ?
ഗൈസ് അതിരപ്പള്ളി വരുമ്പോൾ ഈ ചെറിയ കടയിൽ അതിന് മാത്രം വലിയ വിലയൊന്നുമില്ല ഗൈസ്. സംഭവം മമ്മി ചെറിയൊരു കോയിൽ വാങ്ങി 25 രൂപ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ സാധനത്ത് വില കുറവാണ്. ഞാൻ വെച്ച് കൊടുക്കത്ത് വിലയ്ക്ക് ആളെ പറ്റിക്കുന്ന വെച്ചു, പക്ഷെ കുഴപ്പമില്ല, വില കുറവാണ് ഗൈസ്. ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെ ഗൈസ് നല്ല ഇരച്ചിൽ, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഇരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ്? നമ്മൾ ഇനി താഴത്തേക്ക് പോകണം. ആദ്യം ഇവിടെ കണ്ടിട്ട് വരാം, ആദ്യം ഇവിടെ കണ്ടിട്ട് വരാം. മോളിൽ നിന്നുള്ള വ്യൂ കാണണേ ആദ്യം. അതെ ഗൈസ്, മമ്മിക്ക് തിന്നാൻ വാങ്ങിച്ച സാധനം 2-3 കുരങ്ങിന് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോഴാണ് വാങ്ങിച്ചത്, ഇത്രയൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. വാങ്ങിച്ചത് നമ്മൾ നേരത്തെ കൊടുത്തേനെ, കുഴപ്പമില്ല. അവൻ കറക്റ്റായിട്ട് ഓടി വന്ന് ആ ഒരു ഷെഡ് ഉണ്ടായി കാണുന്നുണ്ട. വെള്ളപ്പൊക്ക സമയത്ത് പോലും എന്നെ അതിശയിപ്പിച്ച സംഭവമാണത്. കാരണം ആ വെള്ളപ്പൊക്ക സമയത്ത് കരകവിഞ്ഞ് അതിരപ്പള്ളി ഒഴുകി വീണപ്പോൾ നല്ല ഇതിൽ ഒഴുകിപ്പോട്ടും അതിന് മുകളിൽ കൂടെ ഒഴുകിയിട്ട് പോലും അത് മാത്രം പോയില്ല, ആ ഷെഡ് മാത്രം പോയില്ല. കാരണം അത് ബ്രിട്ടീഷുകാർ സമയത്ത് പണിത സംഭവമാണ്, അവരുള്ള സമയത്ത് പണിത സാധനമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞു. സംഭവം സത്യമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എങ്കിലും പൊളി കാണിട്ട് ആ സാധനം ഇപ്പോഴും നല്ല ബലത്തോടെ നിൽപ്പുണ്ട്, ഉറപ്പോടെ നിൽപ്പുണ്ട്. ഒരു കുഴപ്പമില്ല, സേഫായിട്ട് ഇപ്പോഴും ആൾക്കായിട്ട് നിൽപ്പുണ്ട്. ഗാർഡ്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കതാണ് ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച് തന്നെ. പിന്നെ അതെ നമ്മൾ വെള്ളച്ചാട്ടം എത്തിക്കഴിഞ്ഞു. പൊളിയില്ല ഗൈസ്, നമ്മൾ കാണുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ. ശരിക്കും ആ നിൽക്കാം മമ്മി ചെറുതിരിക്കും. എന്നാലും വെള്ളപ്പൊക്ക സമയത്ത് ഒരു ഷെഡ് പോയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം. ഈ ഒരു ഷെഡ് പോയില്ല വെള്ളപ്പൊക്ക സമയത്തും. ഇതിനെ മുകളിൽ കൂടെ വെള്ളം കവിഞ്ഞ് ഒഴുകിയിട്ടും അത് പോയില്ല. അത്രയും ഫാസ്റ്റിൽ വെള്ളം കവിഞ്ഞൊഴുകിയത്. ഈ വേലിയൊക്കെ ഇപ്പോൾ പണിതിരിക്കുന്നത് ഈ മുളയുടെ വേലിയൊക്കെ അന്ന് ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ പോയിട്ട് പുതിയ പണിതാണ്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഈ ഷെഡ് പോയില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. പക്ഷേ ഇപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മളൊന്നിനും ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. കുറേ സീൻസൊക്കെ ഇവിടെ എടുത്ത് പിന്നെ ബാക്കി ആ ഷെഡിൻ്റെ സെറ്റ് എടുത്താണ്. പക്ഷേ എങ്കിലും കുറേ ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെയാണ് ബാഹുബലിയൊക്കെ. പക്ഷെ അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ബാഹുബലി എന്ന പടത്തിന് വേണ്ടിയാണ്, ഇന്ന പടത്തിന് വേണ്ടി നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ പിന്നീട് പടം ഇറങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം അത് ഇവിടുത്തെ ഷൂട്ടിംഗ് ആയിരുന്നു. എന്തായാലും പൊളിയല്ലേ. ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് എല്ലാം പറഞ്ഞത്. സംഭവം ശരിയാണ്, വെള്ളം കുറവാണ്. വരികയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങി കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കയറ് കിട്ടിയ അങ്ങോട്ട് പോകാതെ ബാക്കി അവിടെ കുറച്ച് ആൾക്കാർ കുടിക്കുന്നതാണ്. നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നതെന്ന് ഇവിടെ കുറച്ച് ആൾക്കാർ കുടിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുന്നവർക്കുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ താഴത്ത് നമുക്ക് വെള്ളച്ചാട്ടം പോയി കാണാൻ കഴിയും. അതാണ് കാണേണ്ട ശരിക്കും. മുകളിൽ നിന്നുള്ള വ്യൂവിനേക്കാളും പോയി താഴത്തുനിന്നുള്ള വ്യൂ അല്ലേ. അടുത്ത ആളും വരുന്ന മമ്മിയെടുത്ത് സാധനം വാങ്ങാനായിട്ട് വെയിറ്റ് മമ്മി. അവൻ പാക്കറ്റോട് കൊണ്ടുപോയി കഴിച്ചു. അവന് ഒരെണ്ണം പോലെ അവൻ പാക്കറ്റ് ഫുള്ള് വലിച്ചു വാങ്ങിയെടുത്ത് അവൻ പോകുന്നുണ്ട്. നിങ്ങൾ വരുന്നത് നിങ്ങൾക്കും ഉദാഹരണം കഴിച്ചാൽ ആ ഇവിടെയൊക്കെ കയറും. വാ ഒരു കോയില് ഫുള്ളായിട്ട് അവൻ വാങ്ങിക്കൊണ്ടുപോയി ഗൈസ്. ഒരു പാക്കറ്റ് ഫുള്ള് വാങ്ങിക്കൊണ്ടുപോയി. ബാക്കിയൊക്കെ പിള്ളേർക്ക് മുമ്പ് തിരിച്ചു കൊടുത്ത്. പക്ഷേ അവൻ തന്തയാൻ തോന്നുന്നു അവൻ വാങ്ങിച്ചുകൊണ്ടിട്ട് ആർക്കും കൊടുത്തില്ല. കണ്ടു കഴിഞ്ഞ് മോളിൽ കണ്ടു. ഇനി താഴത്തുള്ള യൂസ് ആണെങ്കിൽ താഴത്ത് ഇറങ്ങി പോകണം. ആഴ്ച ദൂരം താഴത്ത് കുത്തി ഇറങ്ങി പോകണം. തിരിച്ച് ഈ മല കയറി വരണമെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുള്ള കാര്യമാണ്. അല്ലാതെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ക്യാമറ നോക്കുന്നില്ല. ഞാൻ ഫോണിൽ നോക്കാതെ റോഡ് നോക്കി എടുത്തുകൊണ്ട് പോണത്. ഞാൻ താഴത്താണ് ഗൈസ് നോക്കുന്നത്, ക്യാമറ നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ വല്ല വ്യൂവിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. നമുക്ക് താഴത്തിറങ്ങി പോകണം. മമ്മി ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിച്ചു. ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ കുറേ ഇറങ്ങി താഴത്തേക്ക് പോകാണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിച്ചു പോകും. പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട്. അപ്പോൾ മമ്മി കുറച്ച് സ്ഥലം കൂടി ഉണ്ട് ഇറങ്ങി പോകാനായിട്ട്. ഒരുപാട് ചുറ്റി വളഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി പോകണം. പിന്നെ കുഴപ്പമില്ല, അടിപൊളിയാണ്. വാക്കിംഗ് ട്രയൽസൊക്കെ ഭയങ്കര ഇതാണ് ഗൈസ്. നമുക്ക് നടന്നു പോകാൻ ഭയങ്കര ഇതാണ്. കാരണം നല്ലൊരു സ്റ്റെപ്പല്ലേ ഉള്ളത്, സംഭവം കുത്തനെ ചെരിച്ചിതാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നടന്നു പോകാനൊരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട്. മമ്മിക്കാണെങ്കിൽ തീരെ വയ്യ, ശരീരം ഫുൾ അസുഖമാണ്. എന്നെപ്പോലെ തന്നെ എനിക്ക് തലയ്ക്കാണെങ്കിൽ മമ്മിക്ക് ശരീരത്തിന് ഫുൾ അസുഖമാണ്. ആണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ പതുക്കെ നടക്കണം മമ്മിക്ക് വേണ്ടി. മമ്മി താഴത്ത് പതുക്കെ നടന്നു വരുന്നുണ്ട്. നടക്കാൻ വയ്യ. അങ്ങനെ മമ്മീനോട്ട് പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ പോകുന്നത്.
നമുക്ക് പതുക്കെ പോവാം. എന്നാലും എത്താനും കുറച്ചുകൂടി അത്രയും കൂടി ഉള്ളൂ ഗൈസ്. അവിടെ താഴത്തിറങ്ങി എത്തും ഗൈസ്. നമ്മൾ കുറച്ചുകൂടി താഴത്തെത്തി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കാണാം. ഇപ്പോൾ തന്നെ കൊള്ളാം, സംഭവം പൊളിയാണ്. താഴത്തേക്ക് പോകാം കുറച്ചുകൂടി ഗൈസ്. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി, താഴത്തെത്തി. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് പൊളി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്നേക്കാളും വ്യൂ പൊളിയാണ്, സംഭവം അടിപൊളിയാണ് വ്യൂ ഒക്കെ. അവിടെ താഴത്ത് ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകാം വെള്ളത്തിന് അങ്ങോട്ട്. പക്ഷേ അപ്പോൾ ആറിലൂടെ പോയി നിൽക്കാം. പക്ഷേ അങ്ങനെ രണ്ടാം കൂടി വയ്യാത്ത അതിൻ്റെ പേരിൽ പോയാൽ വീഴോന്ന് ചെറിയ പേടിയുള്ളതിൻ്റെ പേരിൽ ചിലപ്പോൾ അങ്ങോട്ട് പോകില്ല. മാക്സിമം അടുത്തുവരെ പോയി നോക്കാം. നമുക്ക് നോക്കാം, അടുത്ത് വരാൻ പോകുമ്പോട്ട് നോക്കാം. മമ്മിയോടെ ചെരുപ്പിലിട്ട് ഗൈസ്. സാധനം എടുത്തിട്ട് പോകുന്ന അറിയില്ല. തിരിച്ചു വരുമ്പോൾ ചെരുപ്പുണ്ടായാൽ മതിയായിരുന്നു. നമുക്ക് അതിനകത്ത് പോകാം, അങ്ങോട്ട് പോയി നോക്കാം. അറിയോ ഗൈസ്, ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടിയിലെത്തി, താഴത്തെത്തി. അതാണ് മറ്റേ വലുതും ഇത് ചെറുതാണ്, പക്ഷെ രണ്ടും പൊളിയാണ്. അടിപൊളി വ്യൂ അല്ലേ ഗൈസ്. വന്നാൽ ഞാൻ പൊളിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകാനുള്ള വഴി ചേട്ടാ. ഞാൻ ഫോട്ടോ അടിച്ചെടുക്കട്ടെ ഗൈസ്. വെള്ളം കയറുന്ന ക്യാമറയിൽ നമ്മൾ താഴത്തെത്തി ഗൈസ്. ഫുള്ളും വെള്ളം വന്നിട്ടുണ്ട്, നന്നായിട്ട് അടിച്ച് കയറുന്നുണ്ട്. നമ്മൾ ഫോണൊക്കെ നനഞ്ഞ് വൃത്തികളായി. ഇനിയിപ്പോൾ ഫോണൊക്കെ അടിച്ചു വരുന്നത് നമുക്ക് താഴത്ത് മുകളിൽ പോയിട്ട് ഫോണൊക്കെ തുടയ്ക്കണം. നമുക്കെന്തായാലും ഇവിടെ നിന്ന് തിരിക്കാൻ ഗൈസ്. മുങ്ങി കുടിക്കാൻ വേണ്ടി പോയ ഗൈസ്. ഞാൻ പക്ഷെ ഇറങ്ങിയില്ല. മെയിനായിട്ട് എനിക്ക് കാലിന് വെള്ളം തിരിച്ച് വരുമ്പോൾ പണിയിട്ടൊന്നും പേടിയുണ്ട്. പിന്നെ മമ്മിക്ക് മയ്യ, പക്ഷേ എങ്കിലും മമ്മി അങ്ങോട്ട് ഒരുപാട് വെള്ളത്തിൽ പോയില്ല. ഇവിടെ ജസ്റ്റ് ഇരുന്നിട്ട് വെള്ളത്തിൽ ഇരുന്നിട്ട് വരാമെന്ന് വെച്ചാൽ മമ്മിയോട് പോയിരിക്കുകയാണ്. നമ്മളത് മല വെള്ളം പൊളിച്ചിറങ്ങുന്നത്, പക്ഷേ വെള്ളച്ചാട്ടത്തിൽ പൊളിച്ചിറങ്ങുന്ന ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായ വെള്ളമാണ് ഇതൊക്കെ. അപ്പോൾ ഫൈനലി നമ്മൾ വീട് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ അതൊക്കെ വണ്ടി വിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വേണ്ടി താമസം വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മാക്സിമം. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്നതിനോട് നന്ദി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം RJ ഗൈസ്. താങ്ക് യു ടു സപ്പോർട്ടിങ് us ഗൈസ്. ഉറപ്പായിട്ട് നമ്മളിനി വീണ്ടും വരുന്നതായിരിക്കും. ഇനി സുധീനെ കൊണ്ട് വരണം എന്നൊക്കെയുണ്ട്. ഇനിയിപ്പോൾ ഈ ഫോട്ടോ നമ്മൾ സുധി അഡിക്റ്റ് ആക്കും. അപ്പോൾ ഉറപ്പായിട്ട് തേങ്ങനെ കൊണ്ട് വരേണ്ടി വരും ഒന്നും കൂടി. അതെന്താ നമുക്ക് വീണ്ടും ഫാമിലിയുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആയതുകൊണ്ട് വരാൻ പറ്റിയാൽ വരാം. നോക്കട്ടെ എനിക്ക് പറ്റുമെന്ന് അറിയാൻ പാടില്ല. വണ്ടി വേണം, അതപ്പോൾ ബസ്സിന് വരാൻ പറ്റുക ബസ്സിന് വരാം. എന്നിട്ട് വഴി ചെയ്ത് വീണ്ടും വരാൻ പറ്റിയാൽ വരണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം RJ ഗൈസ്. ഉറപ്പായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ താമസം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ.